പ്രിവി പേഴ്സസ് അഥവാ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യം നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാര്? ഉത്തരം ഇന്ദിരാഗാന്ധി. പ്രിവി പേഴ്സസ് അഥവാ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ആനുകൂല്യം നിർത്തലാക്കിയ പ്രധാനമന്ത്രിയാര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 73-ാം ഭേദഗതി. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഉത്തരം 73-ാം ഭേദഗതി. മേശപ്പുറത്ത് ഉപയോഗിക്കാവുന്ന ദേശീയ പതാകയുടെ അളവ് എന്ത്? ഉത്തരം 150 മില്ലിമീറ്റർ നീളം, 100 മില്ലിമീറ്റർ വീതി. മേശപ്പുറത്ത് ഉപയോഗിക്കാവുന്ന ദേശീയ പതാകയുടെ അളവെന്ത്? ഉത്തരം 150 മില്ലിമീറ്റർ നീളം, 100 മില്ലിമീറ്റർ വീതി. വന്ദേമാതരം ആലപിക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ സന്ദർഭം ഏത്? ഉത്തരം 1896 കോൺഗ്രസ് സമ്മേളനം. വന്ദേമാതരം ആലപിക്കപ്പെട്ട ആദ്യ രാഷ്ട്രീയ സന്ദർഭം ഏത്? ഉത്തരം 1896 കോൺഗ്രസ് സമ്മേളനം. അടയാർ ആസ്ഥാനമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഉത്തരം ആനി ബസന്റ്. അടയാർ ആസ്ഥാനമാക്കി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതാര്? ഉത്തരം ആനി ബസന്റ്. സോൺ നദിയിലെ അണക്കെട്ടായ ബൻസാഗർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. സോൺ നദിയിലെ അണക്കെട്ടായ ബൻസാഗർ ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏത്? ഉത്തരം ഉത്തരമഹാസമതലം. ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏത്? ഉത്തരം ഉത്തരമഹാസമതലം. ഹിമാലയൻ പർവ്വതനിരകളുടെ ഏകദേശ നീളവും വിസ്തൃതിയും എത്ര? ഉത്തരം നീളം 2400 കിലോമീറ്റർ, വിസ്തീർണം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഹിമാലയൻ പർവ്വതനിരകളുടെ ഏകദേശ നീളവും വിസ്തൃതിയും എത്ര? ഉത്തരം നീളം 2400 കിലോമീറ്റർ, വിസ്തീർണം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ലൂണി സരസ്വതി നദികൾ ചേർന്ന് രൂപം നൽകുന്ന സമതലമേത്? ഉത്തരം മരുസ്ഥലി ബാഗർ സമതലം. ലൂണി സരസ്വതി നദികൾ ചേർന്ന് രൂപം നൽകുന്ന സമതലമേത്? ഉത്തരം മരുസ്ഥലി ബാഗർ സമതലം. ഇന്ത്യയിലെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏത് റൂട്ടിലാണ്? ഉത്തരം ലക്നൗ മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഏത് റൂട്ടിൽ? ഉത്തരം ലക്നൗ മുംബൈ. പ്രോട്ടോൺ എന്ന പേര് നൽകിയതാര്? ഉത്തരം ഏണസ്റ്റ് റുഥർഫോർഡ്. പ്രോട്ടോൺ എന്ന പേര് നൽകിയതാര്? ഉത്തരം ഏണസ്റ്റ് റുഥർഫോർഡ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏത്? ഉത്തരം മോണോസൈറ്റ്. ഏറ്റവും വലിയ ശ്വേതരക്താണു ഏത്? ഉത്തരം മോണോസൈറ്റ്. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുത്പാദന ശേഷിയുള്ള നെല്ലിനമേത്? ഉത്തരം സ്വർണ്ണപ്രഭ. ഉപ്പിൻ്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുത്പാദന ശേഷിയുള്ള നെല്ലിനമേത്? ഉത്തരം സ്വർണ്ണപ്രഭ. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി ആര്? ഉത്തരം തലയ്ക്കൽ ചന്തു. പനമരം കോട്ടയിൽ വെച്ച് ബ്രിട്ടീഷുകാർ വധിച്ച പഴശ്ശിരാജയുടെ അനുയായി ആര്? ഉത്തരം തലയ്ക്കൽ ചന്തു. ഏത് നവോത്ഥാന നേതാവിൻ്റെ മാനേജരായാണ് കുറുമ്പൻ ദൈവത്താൻ പ്രവർത്തിച്ചത്? ഉത്തരം അയ്യങ്കാളി. ഏത് നവോത്ഥാന നേതാവിൻ്റെ മാനേജരായാണ് കുറുമ്പൻ ദൈവത്താൻ പ്രവർത്തിച്ചത്? ഉത്തരം അയ്യങ്കാളി. അയിത്ത നിർമ്മാർജ്ജനത്തിന് ആക്കം കൂട്ടാൻ കുളി വിപ്ലവങ്ങൾ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഉത്തരം കുമ്പളത്ത് ശങ്കുപിള്ള. അയിത്ത നിർമ്മാർജ്ജനത്തിന് ആക്കം കൂട്ടാൻ കുളി വിപ്ലവങ്ങൾ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര്? ഉത്തരം കുമ്പളത്ത് ശങ്കുപിള്ള. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്നു പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഉത്തരം തൈക്കാട് അയ്യ. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാര്? ഉത്തരം തൈക്കാട് അയ്യ. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ടേത്? ഉത്തരം മുല്ലപ്പെരിയാർ. തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ടേത്? ഉത്തരം മുല്ലപ്പെരിയാർ. ഗോത്രവർഗ കലാരൂപമായ ഗദ്ദികയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏത്? ഉത്തരം വയനാട്. ഗോത്രവർഗ കലാരൂപമായ ഗദ്ദികയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏത്? ഉത്തരം വയനാട്. പൊതുമേഖലാ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. പൊതുമേഖലാ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് കൊല്ലത്താണ്. യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് കൊല്ലത്താണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് തിരുവനന്തപുരത്താണ്. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് തിരുവനന്തപുരത്താണ്. മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പാലക്കാടാണ്. മെറ്റൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പാലക്കാടാണ്. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്തത്? ഉത്തരം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്തത്? ഉത്തരം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെ? ഉത്തരം ചുണ്ടേൽ. കേരളത്തിലെ കാപ്പി ഗവേഷണ കേന്ദ്രം എവിടെ? ഉത്തരം ചുണ്ടേൽ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെ? ഉത്തരം ന്യൂഡൽഹി. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏത്? ഉത്തരം ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏത്? ഉത്തരം ഹേബിയസ് കോർപ്പസ്.
ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമേത്? ഉത്തരം ക്ലോമപിത്താനം. ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഭാഗമേത്? ഉത്തരം ക്ലോമപിത്താനം. ഏറ്റവും ആയുസ്സു കൂടിയ ശ്വേതരക്താണു ഏത്? ഉത്തരം ലിംഫോസൈറ്റ്. ഏറ്റവും ആയുസ്സു കൂടിയ ശ്വേതരക്താണു ഏത്? ഉത്തരം ലിംഫോസൈറ്റ്. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥ ഏത്? ഉത്തരം അനീമിയ. രക്തത്തിന് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി കുറയുന്ന അവസ്ഥ ഏത്? ഉത്തരം അനീമിയ. മനുഷ്യഹൃദയത്തിൻ്റെ മുകളിലെ അറകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓറിക്കിളുകൾ അഥവാ ഏട്രിയങ്ങൾ. മനുഷ്യഹൃദയത്തിൻ്റെ മുകളിലെ അറകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓറിക്കിളുകൾ അഥവാ ഏട്രിയങ്ങൾ. പാലിൽ അടങ്ങിയ പഞ്ചസാര ഏത്? ഉത്തരം ലാക്ടോസ്. പാലിൽ അടങ്ങിയ പഞ്ചസാര ഏത്? ഉത്തരം ലാക്ടോസ്. SBT ഏതു വർഷമാണ് SBI ലയിച്ചത്? ഉത്തരം 2017 മാർച്ച് 31. SBT ഏത് വർഷമാണ് SBI ലയിച്ചത്? ഉത്തരം 2017 മാർച്ച് 31. ഇന്ത്യയിൽ ആദ്യമായി മ്യൂച്വൽ ഫണ്ട് അവതരിപ്പിച്ച ബാങ്ക് ഏത്? ഉത്തരം SBI. ഇന്ത്യയിൽ ആദ്യമായി മ്യൂച്വൽ ഫണ്ട് അവതരിപ്പിച്ച ബാങ്ക് ഏത്? ഉത്തരം SBI. വിനോദസഞ്ചാര കേന്ദ്രമായ ചരൽക്കുന്ന് ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിൽ. വിനോദസഞ്ചാര കേന്ദ്രമായ ചരൽക്കുന്ന് ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട ജില്ലയിൽ. നിർബാധം നിർബാധം പതിക്കുന്ന വസ്തുവിൻ്റെ ഭാരമെത്ര? ഉത്തരം 0. നിർബാധം പതിക്കുന്ന വസ്തുവിൻ്റെ ഭാരമെത്ര? ഉത്തരം 0. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം മീഥെയിൻ. ചതുപ്പുവാതകം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം മീഥെയിൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകമേത്? ഉത്തരം ബ്യൂട്ടൈൻ. പാചകവാതകത്തിലെ പ്രധാന ഘടകമേത്? ഉത്തരം ബ്യൂട്ടൈൻ. അലസവാതകങ്ങളുടെ സംയോജകത എത്ര? ഉത്തരം 0. അലസവാതകങ്ങളുടെ സംയോജകത എത്ര? ഉത്തരം 0. ആസ്പിരിൻ്റെ രാസനാമമെന്ത്? ഉത്തരം അസറ്റൈൽ സാലിസിലിക് ആസിഡ്. ആസ്പിരിൻ്റെ രാസനാമമെന്ത്? ഉത്തരം അസറ്റൈൽ സാലിസിലിക് ആസിഡ്. പ്ലാസ്റ്റിക് അലിയുന്ന പദാർത്ഥമേത്? ഉത്തരം ക്ലോറോഫോം. പ്ലാസ്റ്റിക് അലിയുന്ന പദാർത്ഥമേത്? ഉത്തരം ക്ലോറോഫോം. കമ്മാളരുടെ കല എന്നറിയപ്പെടുന്ന കലാരൂപമേത്? ഉത്തരം ഐവർകളി. കമ്മാളരുടെ കല എന്നറിയപ്പെടുന്ന കലാരൂപമേത്? ഉത്തരം ഐവർകളി. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനമേത്? ഉത്തരം കുവൈറ്റ് സിറ്റി. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനമേത്? ഉത്തരം കുവൈറ്റ് സിറ്റി. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ആസ്ഥാനമേത്? ഉത്തരം ഡൽഹി. ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ആസ്ഥാനമേത്? ഉത്തരം ഡൽഹി. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണമേത്? ഉത്തരം ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണമേത്? ഉത്തരം ബാരോമീറ്റർ. ഭൗമോപരിതലത്തിലെ ശരാശരി മർദ്ദം എത്ര? ഉത്തരം 1013.2 മില്ലി ബാർ. ഭൗമോപരിതലത്തിലെ ശരാശരി മർദ്ദം എത്ര? ഉത്തരം 1013.2 മില്ലി ബാർ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിൽ എത്തിയത് ഏതു വർഷം? ഉത്തരം 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായ ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിൽ എത്തിയത് ഏതു വർഷം? ഉത്തരം 1615. ശുചീന്ദ്രം കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാര്? ഉത്തരം സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് എന്ന പ്രാകൃത ശിക്ഷാ സമ്പ്രദായം നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാര്? ഉത്തരം സ്വാതി തിരുനാൾ. പുരട്ചി എന്ന പത്രം ആരംഭിച്ചതാര്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ. പുരട്ചി എന്ന പത്രം ആരംഭിച്ചതാര്? ഉത്തരം EV രാമസ്വാമി നായ്ക്കർ. മൈ ടൈംസ് ആരുടെ ആത്മകഥ? ഉത്തരം JB കൃപലാനി. മൈ ടൈംസ് ആരുടെ ആത്മകഥയാണ്? ഉത്തരം JB കൃപലാനി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസത്തെ തടവറവാസം അനുഭവിച്ചു? ഉത്തരം 249 ദിവസം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസത്തെ തടവറവാസം അനുഭവിച്ചു? ഉത്തരം 249 ദിവസം. UN പൊതുസഭയുടെ അഥവാ ജനറൽ അസംബ്ലിയുടെ ആദ്യ പ്രസിഡന്റ് ആര്? ഉത്തരം പോൾ ഹെൻറി സ്പാക്ക്. UN പൊതുസഭയുടെ അഥവാ ജനറൽ അസംബ്ലിയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? ഉത്തരം പോൾ ഹെൻറി സ്പാക്ക്. മാവോ സേതുങ് അന്തരിച്ച വർഷമേത്? ഉത്തരം 1976. മാവോ സേതുങ് അന്തരിച്ച വർഷമേത്? ഉത്തരം 1976. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷ പാളി ഏത്? ഉത്തരം കൊറോണ. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള അന്തരീക്ഷ പാളി ഏത്? ഉത്തരം കൊറോണ. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്ന കാറ്റേത്? ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്ന കാറ്റേത്? ഉത്തരം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണേത്? ഉത്തരം കറുത്ത മണ്ണ്. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്നറിയപ്പെടുന്ന മണ്ണേത്? ഉത്തരം കറുത്ത മണ്ണ്. നികുതി വെട്ടിപ്പ് തടയാൻ E-way ബിൽ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമേത്? ഉത്തരം കേരളം. നികുതി വെട്ടിപ്പ് തടയാൻ E-way ബിൽ നടപ്പാക്കിയ ആദ്യ സംസ്ഥാനമേത്? ഉത്തരം കേരളം.
ഏത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് 2025 ജലസംരക്ഷണത്തിനായി ജൽ ഗംഗ സൻവർദ്ധൻ അഭിയാൻ പദ്ധതിക്ക് തുടക്കമിട്ടത്? ഉത്തരം മധ്യപ്രദേശ്. ഏത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് 2025 ജലസംരക്ഷണത്തിനായി ജൽ ഗംഗ സൻവർദ്ധൻ അഭിയാൻ പദ്ധതിക്ക് തുടക്കമിട്ടത്? ഉത്തരം മധ്യപ്രദേശ്. തദ്ദേശീയ ഇനം പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമേത്? ഉത്തരം മഹാരാഷ്ട്ര. തദ്ദേശീയ ഇനം പശുക്കൾക്ക് രാജ്യമാതാ ഗോമാതാ പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. ഇനത്തിൻ്റെ പേര് കാർഷിക വിള. ഇനത്തിൻ്റെ പേര് കാർഷിക വിള. ജ്വാലാമുഖി മുളകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്വാലാമുഖി മുളകുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാഗ്യലക്ഷ്മി പയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാഗ്യലക്ഷ്മി പയറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പവിത്ര നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പവിത്ര നെല്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം യത്നം. ഉത്തോലകത്തിൽ പ്രയോഗിക്കുന്ന ബലം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം യത്നം. ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകമേത്? ഉത്തരം ഓഗനസൺ. ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകമേത്? ഉത്തരം ഓഗനസൺ. കേവല പൂജ്യ ഊഷ്മാവ് എത്രയാണ്? ഉത്തരം -273 ഡിഗ്രി സെൽഷ്യസ്. കേവല പൂജ്യ ഊഷ്മാവ് എത്ര? ഉത്തരം -273 ഡിഗ്രി സെൽഷ്യസ്. പട്ടികജാതി പെൺകുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനത്തിനായി പട്ടികജാതി വികസന വകുപ്പ് LICയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഏത്? ഉത്തരം വാത്സല്യനിധി. പട്ടികജാതി പെൺകുട്ടികളുടെ സർവ്വതോന്മുഖമായ വികസനത്തിനായി പട്ടികജാതി വികസന വകുപ്പ് LICയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഏത്? ഉത്തരം വാത്സല്യനിധി. സ്വർണം, മൈക്ക, ടിൻ ഖനികളിലെ തൊഴിലാളികൾക്ക് കണ്ടുവരുന്ന രോഗമേത്? ഉത്തരം സിലിക്കോസിസ്. സ്വർണം, മൈക്ക, ടിൻ ഖനികളിലെ തൊഴിലാളികൾക്ക് കണ്ടുവരുന്ന രോഗമേത്? ഉത്തരം സിലിക്കോസിസ്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച ആദ്യ തുള്ളൽ കൃതി ഏത്? ഉത്തരം കല്യാണ സൗഗന്ധികം. കുഞ്ചൻ നമ്പ്യാർ രചിച്ച ആദ്യ തുള്ളൽ കൃതി ഏത്? ഉത്തരം കല്യാണ സൗഗന്ധികം. മലയാളത്തിൽ ഉണ്ടായ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം ഏത്? ഉത്തരം രാമചന്ദ്രവിലാസം. മലയാളത്തിൽ ഉണ്ടായ ലക്ഷണമൊത്ത ആദ്യ മഹാകാവ്യം ഏത്? ഉത്തരം രാമചന്ദ്രവിലാസം. ആശാന്റെ സീതാകാവ്യം എന്ന നിരൂപണ ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഉത്തരം സുകുമാർ അഴീക്കോട്. ആശാന്റെ സീതാകാവ്യം എന്ന നിരൂപണ ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഉത്തരം സുകുമാർ അഴീക്കോട്. അക്ഷരസാഗരം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏവ? അക്ഷരസാഗരം പദ്ധതിയുടെ ലക്ഷ്യങ്ങളേവ? തീരദേശ സാക്ഷരതാ നിലവാരം ഉയർത്തുക. തീരദേശ സാക്ഷരതാ നിലവാരം ഉയർത്തുക. തീരദേശത്ത് തുടർ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുക. തീരദേശത്ത് തുടർ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുക. മത്സ്യസമ്പത്ത് അഥവാ തീരദേശ സംരക്ഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക. മത്സ്യസമ്പത്ത് അഥവാ തീരദേശ സംരക്ഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക. സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുക. സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കുക. ജെമിനി AI സംവിധാനം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ഗൂഗിൾ. ജെമിനി AI സംവിധാനം അവതരിപ്പിച്ചതാര്? ഉത്തരം ഗൂഗിൾ. ഫിഡെ വിമൺസ് ചെസ് ലോകകപ്പ്. ഫിഡെ വിമൺസ് ചെസ് ലോകകപ്പ്. ഇന്ത്യക്കാരിയായ ദിവ്യ ദേശ്മുഖ് ആണ് കിരീടം ചൂടിയത്. ഇന്ത്യക്കാരിയായ ദിവ്യ ദേശ്മുഖ് ആണ് കിരീടം ചൂടിയത്. ലോക വിമൺസ് ചെസ് ലോകകപ്പ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. ലോക വിമൺസ് ചെസ് ലോകകപ്പ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ്. ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഏത് ഉപഗ്രഹമാണ് 2025 ജൂലൈ മാസത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചത്? ഉത്തരം നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. നാസയും ISROയും സംയുക്തമായി വികസിപ്പിച്ച ഏത് ഉപഗ്രഹമാണ് 2025 ജൂലൈ മാസത്തിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചത്? ഉത്തരം നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ. 2023 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയതാര്? ഉത്തരം ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാനസി. 2023 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയത് ആരെല്ലാം? ഉത്തരം ഷാരൂഖ് ഖാൻ, വിക്രാന്ത് മാനസി. 2024 സാഹിത്യ നൊബേൽ നേടിയ ഹാൻ കാൻ ഏതു ഭാഷയിലെ എഴുത്തുകാരിയാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. 2024 സാഹിത്യ നൊബേൽ നേടിയ ഹാൻ കാൻ ഏതു ഭാഷയിലെ എഴുത്തുകാരിയാണ്? ഉത്തരം ദക്ഷിണ കൊറിയ. നക്സലിസം, മാവോയിസം എന്നിവയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയ സംരംഭമേത്? ഉത്തരം ഓപ്പറേഷൻ കാഗർ. നക്സലിസം, മാവോയിസം എന്നിവയെ തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തുടങ്ങിയ സംരംഭമേത്? ഉത്തരം ഓപ്പറേഷൻ കാഗർ.